സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് കൊട്ടിഘോഷിച്ചിട്ടും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വിളംബരം ചെയ്തിട്ടും ഈ നാട്ടിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ? പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ പെണ്ണെന്നാൽ അടിച്ചമർത്തപ്പെടേണ്ടവളാണെന്ന തോന്നലാണ് പലർക്കും. വീടുകളിൽ മാത്രമല്ല, തൊഴിലിടത്തും പൊതുസ്ഥലത്തും സ്ത്രീകളെ കയ്യേറ്റം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുന്നവരുണ്ട്. തിരുവനന്തപുരത്ത് അഭിഭാഷകയെ ക്രൂരമായി ആക്രമിച്ച ബെയ്ലിൻ ദാസ് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള വക്കീലാണ്. അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഡ്വക്കേറ്റ് ബെയ്ലിനെ സംരക്ഷിക്കുന്നത് ആരാണ്? പ്രതിക്ക് ഒളിവിൽ പോകാൻ വഴിയൊരുക്കിയത് ബാർ അസോസിയേഷൻ നേതാക്കളാണോ? ഇതോടൊപ്പം കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ ഭർത്താവ് യുവതിയെ വീടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിനെ കുറിച്ചും കേട്ടു. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കഞ്ചാവ് ലഹരിയിൽ അമ്മയെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ യുവാക്കളുള്ള നാടാണ് താമരശ്ശേരി. അങ്ങനെ ലഹരി തകർത്ത നിരവധി കുടുംബങ്ങളുണ്ട് അവിടെ. ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ ഇരയായത് നെസ്റ്റ എന്ന യുവതിയും 8 വയസ്സുള്ള മകളുമാണ്. താമരശ്ശേരി അമ്പായത്തോടാണ് ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെയും മകളെയും ആക്രമിച്ചത്. കേസിൽ പ്രതി നൌഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുവാളെടുത്ത് വെട്ടാൻ ഓടിച്ചതിനെ തുടർന്ന് വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച നസ്റ്റിയെയും മകളെയും നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. ഭർത്താവ് നിരന്തരം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും പതിവായി തന്നെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. മദ്യപാനം ഭയങ്കര ദേഷ്യ. പുരയിൽ നമുക്കൊരു സാധനം എന്ന് പറയാനല്ലോ, ഒക്കെ ചവിട്ടി പൊട്ടി, TV ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ സാധനവും പൊട്ടിക്കുക. ഒരു സാധനം വെച്ചേക്കൂല, എല്ലാം എടുത്ത് എറിയുക. നമ്മളിപ്പോൾ ഉമ്മയും വാപ്പനും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഓല് പരമാവധി ഓരും പറഞ്ഞു നോക്കുന്നുണ്ട്. ബുധനാഴ്ച രാത്രിയിലാണ് ലഹരിമരുന്നിന് അടിമയായ നൌഷാദ് ഭാര്യയെയും മക്കളെയും അതിക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനം സഹിക്കാൻ കഴിയാതെ മകളുമായി പുറത്തേക്കോടിയ യുവതിയെ കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. അർദ്ധരാത്രി വീട് വിട്ടോടി വാഹനത്തിന് മുന്നിൽ ചാടിയ യുവതിയെയും മകളെയും നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ 8 വയസ്സുകാരി മകൾക്കും ഭർത്തൃമാതാവിനും പരിക്കേറ്റിരുന്നു. കയറി ഇങ്ങോട്ട് വരലു, ഞാൻ കമന്ന് കിടക്കേനു. എൻ്റെ പുറത്തിങ്ങനെ മുട്ടുംകാല് വെച്ചിട്ട് ഇരുന്ന് തലമുടി വടിച്ച് പൊന്തിച്ചതാ. എൻ്റെ വല്യമ്മ അടുത്ത ഉമ്മയും വാപ്പേൻ്റെ മക്കളും കൂടി ആർത്തൂട്ട് ഉമ്മനെ പിടിച്ചുന്തിയിട്ട് ഉമ്മൻ്റെ കൈക്ക് മുറിയൊക്കെ പറ്റിക്ക്, ചോരയൊക്കെ വന്നീനു. ഇതുപോലെ മക്കൾക്കും മോളെ തല ഭിത്തിയിലിടിച്ചു പോയിട്ട് ഇന്നലെ അപ്പം അവിടെ കാണിച്ചത്, ആശുപത്രി കാണിച്ച് പരസ്യച്ചമ്മളൊക്കെ കുടിച്ചിക്കോ. അതിന് വയ്യാത്തല്ലേ, നോക്കുന്നതിനിപ്പോൾ കൊണ്ടുവന്നാണല്ലോ. ഇതിൻ്റെ മുന്നേ അങ്ങനെ സ്ഥിരമായിട്ട് ഒരാഴ്ച ഒക്കെ കുടിക്കുകയാണ്, ഒരാഴ്ച വീട് കച്ചറ. നസ്ജയുടെ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും നൌഷാദ് ഒളിവിലായതിനാൽ കണ്ടെത്താനായില്ല. ഉച്ചയ്ക്ക് ശേഷം രഹസ്യമായി വീട്ടിലെത്തിയ നൌഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നൌഷാദ് ലഹരിക്ക് അടിമയാണെന്നും നിരന്തരം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണെന്നും നാട്ടുകാർ പറഞ്ഞു. വർഷങ്ങളായി ഭർത്താവ് തന്നെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും ഇത്തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. ന്യൂസ് 18 കോഴിക്കോട്. സ്ത്രീകളെ അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് ബെയ്ലിൻ ദാസ് എന്ന അഭിഭാഷകൻ. കീഴ് ജീവനക്കാരായ വനിതാ അഭിഭാഷകരോട് അപമര്യാദയായി പെരുമാറുന്നത് പതിവ്. സമൂഹ മാധ്യമങ്ങൾ വഴി സ്ത്രീ വിരുദ്ധത പ്രചരിപ്പിക്കും. 6 മാസം ഗർഭിണിയായിരുന്നപ്പോൾ പോലും അഭിഭാഷകയായ ഷാമിലിയെ ഇയാൾ മർദ്ദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഓഫീസ് ക്യാബിനിൽ വെച്ചാണ് വനിതാ അഭിഭാഷകയെ ക്രൂരമായി ആക്രമിച്ചത്. എന്നാൽ ഇയാളെ സംരക്ഷിക്കാനും രക്ഷപ്പെടാനും സഹായിച്ചത് ബാർ അസോസിയേഷൻ ഭാരവാഹികളാണ്. വക്കീൽ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്നും ബാർ അസോസിയേഷൻ സെക്രട്ടറി വള്ളക്കടവ് മുരളീധരൻ പോലീസിനെ ഭീഷണിപ്പെടുത്തി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത ബെയ്ലിൻ ദാസിനെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല.
ഓഫീസിലെ തന്നെ മറ്റൊരു അഭിഭാഷകയോട് താൻ അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ചാണ് മർദ്ദിച്ചത്. ആരോടും മോശമായി പെരുമാറിയിട്ടില്ല. മർദ്ദനമേറ്റപ്പോൾ തന്നെ പോലീസിനെയും വീട്ടുകാരെയും അറിയിച്ചു. എന്നാൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി മർദ്ദിച്ച അഭിഭാഷകനെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാനാകില്ലെന്ന നിലപാട് സ്വീകരിച്ചു. ഞാൻ ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചായിരുന്നു. അപ്പോഴേക്കും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. അപ്പം ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ല, എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ആൾ വന്നിട്ട് സാർ പോയാൽ മതി തടഞ്ഞു. ഞാൻ അത്രയും സമയം അദ്ദേഹത്തെ അവിടെ ഹോൾഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ വന്നു, ഹസ്ബൻഡ് വന്നു. അപ്പോഴേക്കും ഇവർ റേസായി, ഇവർ ഫയറായി, എന്താ ചെയ്തേക്കുന്നത്. അപ്പോൾ അപ്പോഴേക്കും ഒത്തിരി അഡ്വക്കേറ്റ്സ് വന്നു, ബാർ അസോസിയേഷനിൽ നിന്ന് സെക്രട്ടറി ഒക്കെ വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ആവശ്യം ഇവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഏറെ ആഗ്രഹിച്ചാണ് അഭിഭാഷകയായത്. 6 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ വീട്ടിലാക്കിയാണ് ജോലിക്കെത്തിയിരുന്നത്. വിതുമ്പലോടെ ശ്യാമിലി പറഞ്ഞു. അത്രയും ഇഷ്ടപ്പെട്ട് വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല ഞാനൊരു ലോയർ ആവുന്നതിനോട് ആർക്കും താല്പര്യമില്ല. വീട്ടില് നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ് എൻട്രൻസ് പോലും എനിക്ക് എഴുതാൻ പറ്റിയില്ല. മാനേജ്മെന്റ് കോട്ടയിലാണ് ഞാൻ പഠിച്ചത്. ഒരു സമയം പോലും ഫസ്റ്റ് ക്ലാസ്സിൽ കുറഞ്ഞ മാർക്ക് വാങ്ങിയിട്ടില്ല. അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്ര ഇഷ്ടത്തോടെയാണ് ഞാൻ പഠിച്ചത്. എന്റെ ആകെയുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. KSRTC വിവാദത്തിൽ മേയറുടെ കസേര തെറിക്കുമെന്ന വീഡിയോയും ഹണി റോസിനോട് അപമര്യാദയായി പെരുമാറിയെന്ന വിവാദത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ചും സമൂഹ മാധ്യമങ്ങളിൽ ബെയിലിൻ ദാസ് പ്രചരിപ്പിച്ച വീഡിയോകളും ചർച്ചയാവുകയാണ്. ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ വനിതാ അഭിഭാഷകയെ ഫോണിൽ ബന്ധപ്പെട്ട് പിന്തുണ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബാർ അസോസിയേഷൻ മർദ്ദിച്ച അഭിഭാഷകനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെങ്കിലും ആദ്യം അറസ്റ്റ് ഒഴിവാക്കാൻ സ്വീകരിച്ച നിലപാട് ആരോപണ വിധേയമാവുകയാണ്. വനിതാ അഭിഭാഷക ബാർ കൗൺസിലിനും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം ഏറ്റുമാനൂരിലെ ഒരു വീട്ടിൽ പുലർച്ചെ പതിവില്ലാത്തൊരു ബഹളം. അപരിചിതനായ ഒരാൾ വീടിൻ്റെ ഗേറ്റ് ചാടിക്കടന്ന് കാട്ടിക്കൂട്ടിയ പരാക്രമം കണ്ട് വീട്ടുകാരും അമ്പരുന്നു. പുലർച്ചെ 5:15 എത്തിയ അക്രമി കാറുകൾ അടിച്ചു തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പിന്നീട് ബഹളം വെച്ച് വീടിൻ്റെ ജനലുകളും വാതിലുകളും തകർത്തു. ഏറ്റുമാനൂർ സ്വദേശിനിയായ ഡോക്ടർ സിനി ജോർജിൻ്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കേസിൽ വയനാട് സ്വദേശിയായ ജിൻസിനെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ ആക്രമണത്തിൻ്റെ കാരണം വ്യക്തമല്ല. പുലർച്ചെ 5:30 ഏറ്റുമാനൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വെട്ടൂർ റോഡിലെ വീട്ടിലാണ് അക്രമം നടന്നത്. അക്രമി വീട്ടുമുറ്റത്തേക്ക് കടന്ന ശേഷം ആദ്യം കാറിന്റെ ചില്ല് തകർത്തു. പിന്നാലെ ബഹളം വെച്ച് വീടിന്റെ ജനലുകളും വാതിലുകളും തകർത്തു. സംഭവം കേട്ട് ഞെട്ടിയുണർന്ന വീട്ടുകാർ പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഏറ്റുമാനൂർ പോലീസ് എത്തി അക്രമിയെ കീഴടക്കി. വയനാട് സ്വദേശിയായ ജിൻസാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. വിദേശത്ത് നിന്ന് നാട്ടിൽ മടങ്ങിയെത്തിയ ഇയാൾ മദ്യത്തിനടിമയാണ്. മദ്യലഹരിയിലാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രതി പാന്റ് മാത്രം ധരിച്ചാണ് അക്രമം നടത്തുന്നതെന്നും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വീട്ടുടമയായ സിനി ജോർജുമായോ മറ്റു വീട്ടുകാരുമായോ ഇയാൾക്ക് മുൻ പരിചയമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.
കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനയ്ക്കിടെ ഉണ്ടായ സ്ഫോടനം ഇന്നും ഭീതിപ്പെടുത്തുന്ന ഓർമ്മയാണ്. 2023 ഒക്ടോബറിൽ നടന്ന സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആ കേസിലെ ഏകപ്രതി ഡൊമിനിക് മാർട്ടിൻ ഇപ്പോഴും ജയിലിലാണ്. എന്നാൽ ഡൊമിനിക് മാർട്ടിനെതിരെ സാക്ഷി പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണി ഉയരുന്നുണ്ട്. സാക്ഷി പറയുന്നവരെ കൊലപ്പെടുത്തുമെന്നും യഹോവ സാക്ഷികളുടെ സമ്മേളന കേന്ദ്രങ്ങൾ ബോംബ് വയ്ക്കുമെന്നാണ് ഭീഷണി. യഹോവ സാക്ഷികളുടെ PROയുടെ ഫോൺ നമ്പറിലേക്കാണ് മലേഷ്യൻ നമ്പറിൽ നിന്നും ഭീഷണി സന്ദേശം എത്തിയത്. സംഭവത്തിൽ കളമശ്ശേരി പോലീസ് കേസെടുത്തു. മെയ് 12 രാത്രി 10 മണിയോടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. മലേഷ്യൻ നമ്പറിൽ നിന്നാണ് സന്ദേശം ലഭിച്ചതെന്നാണ് വിവരം. രേഖകൾ സഹിതം നൽകിയ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. 2023 ഒക്ടോബർ 29-നാണ് സാംബ്ര കൺവെൻഷൻ സെന്ററിൽ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനയ്ക്കിടയിൽ സ്ഫോടനമുണ്ടായത്. പെട്രോൾ ബോംബ് ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 2 പേർ സംഭവസ്ഥലത്തും 6 പേർ ചികിത്സയിലിരിക്കുകയുമാണ് മരിച്ചത്. 45ഓളം പേർക്ക് പരിക്കേറ്റു. കേസിൽ കൊച്ചി തമ്മനം സ്വദേശി ഡൊമിനിക് മാർട്ടിനാണ് ഏക പ്രതി. അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ പോലീസ് 3578 പേജുള്ള കുറ്റപത്രം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ വിചാരണ നടപടികൾ തുടങ്ങിയിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ ഭീഷണി സന്ദേശം കൂടി എത്തുന്നത്. മാർട്ടിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന് ആദ്യഘട്ടത്തിൽ ആവശ്യം ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം കേന്ദ്ര സർക്കാരിന് അപേക്ഷയും സമർപ്പിച്ചതാണ്. ഈ നടപടികൾ മുന്നോട്ടു പോകുമ്പോൾ തന്നെയാണ് ഡൊമിനിക് മാർട്ടിന് വേണ്ടി വിദേശത്തു നിന്ന് തന്നെ ഭീഷണി സന്ദേശം എത്തുന്നത്. അത്യന്തം ഗൗരവത്തോടെയാണ് അന്വേഷണ ഏജൻസികൾ സംഭവത്തെ കാണുന്നത്. ഗൾഫ് മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഡൊമിനിക് മാർട്ടിന്റെ ബന്ധങ്ങളെക്കുറിച്ചും ഇയാൾക്ക് സ്ഫോടനത്തിന് ശേഷം ലഭിച്ചു എന്ന് പറയുന്ന ഫോൺ വിളികളെക്കുറിച്ചും വിശദമായി അന്വേഷിക്കണമെന്ന നിലപാടിലാണ് പോലീസ്. ന്യൂസ് 18 കൊച്ചി. 28 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലത്തെ നടുക്കിയ RSS നേതാവ് പട്ടത്താനം സന്തോഷ് വധക്കേസ് പലരും ഓർക്കാൻ വഴിയില്ല. 1997-ൽ CPM-ഉം RSS-ഉം നേർക്കുനേർ ഏറ്റുമുട്ടിയിരുന്ന കാലം. അക്കാലത്താണ് സന്തോഷിനെ CPM പ്രവർത്തകർ ക്രൂരമായി വെട്ടിക്കൊന്നത്. കേസിലെ പ്രതികൾക്ക് കോടതി പിന്നീട് ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിച്ചു. എന്നാൽ അന്ന് ഒളിവിൽ പോയ 2ാം പ്രതി പട്ടത്താനം സ്വദേശി സജീവിനെ വർഷങ്ങൾക്ക് ശേഷമാണ് പിടികൂടാൻ കഴിഞ്ഞത്. സംഭവം നടന്ന് 2.5 പതിറ്റാണ്ടിന് ശേഷം DYFI നേതാവായിരുന്ന സജീവിനും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. നവംബർ 24-നാണ് RSS പ്രവർത്തകനായിരുന്ന സന്തോഷ് കൊല്ലപ്പെട്ടത്. RSS മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷ് ശാഖ കഴിഞ്ഞ് സൈക്കിളിൽ പോകുമ്പോഴായിരുന്നു CPIM പ്രവർത്തകർ കൊലപ്പെടുത്തിയത്. സൈക്കിളിൽ കാർ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ക്രൂരമായി വെട്ടിക്കൊന്നുവെന്നാണ് കേസ്. കേസിന്റെ ആദ്യ വിചാരണ കാലഘട്ടത്തിൽ 2ാം പ്രതിയായ DYFI നേതാവ് കാളി സജീവ് ഒളിവിൽ പോയിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസിന്റെ പിടിയിലായത്. പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയതിന് പിന്നാലെയാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. കൊല്ലം ജില്ലാ 4th അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി S. സുഭാഷിന്റേതാണ് വിധി പ്രസ്താവന. പട്ടത്താനത്തെ RSS പ്രവർത്തകനായിരുന്ന സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിലെ 2ാം പ്രതിയായിട്ടുള്ള സജീവ്, കാളി സജീവ് എന്ന് വിളിക്കുന്ന സജീവിനെയാണ് ഇന്നലെ കോടതി കുറ്റക്കാരനാണെന്ന് കാണുകയും ഇന്ന് ജീവപര്യന്തം തടവിനും 2 ലക്ഷം രൂപ പിഴയടക്കാനും ഉത്തരവായിട്ടുള്ളതാണ്. 1997-ലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. RSS ശാഖ കഴിഞ്ഞ് സന്തോഷം സുഹൃത്ത് വിജയകുമാറും കൂടി സൈക്കിളിൽ ചെമ്മാമുക്കിലേക്ക് പോകുന്ന വഴി മണിച്ചിത്തോട് എന്ന സ്ഥലത്ത് വെച്ച് കാറ് കൊണ്ട് സൈക്കിളിന് പുറകിലിരിക്കുകയും മറിഞ്ഞു വീണ ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സന്തോഷ് സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയാണ് സംഭവിച്ചത്.
ഈ കേസിന് 1996 ഡിസംബർ 6-ന് DYFI നേതാവായിരുന്ന സുനിൽകുമാറിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കൈ വെട്ടി പോസ്റ്റിൽ കൊണ്ട് കെട്ടിയ സംഭവത്തിനെ തുടർന്ന് നടന്ന സംഘർഷങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അന്ന് സുനിൽകുമാറിനെ കൊലപ്പെടുത്തുന്നതിന് ആ കേസിൽ ഉൾപ്പെട്ടുള്ള പ്രതിയായിട്ടുള്ള സന്തോഷിനെയാണ് പിന്നീട് അതിന്റെ വിരോധം മൂലം കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷന്റെ കേസ്. കേസിലെ മറ്റു പ്രതികളെ കോടതി മുമ്പ് ശിക്ഷിച്ചിരുന്നു. നിലവിൽ ഇരവിപുരം MLA ആയ M. നൌഷാദിനെ മുൻപ് ജില്ലാ കോടതി പ്രതിപ്പട്ടികയിൽ ചേർത്തിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ ആണ് വിചാരണയിൽ നിന്ന് ഒഴിവായത്. ന്യൂസ് 18 കൊല്ലം. കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിലെ മുഖ്യപ്രതിയും ഗുണ്ടാ നേതാവുമായ അലുവ അതുൽ ജയിലിനുള്ളിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ജയിൽ വാർഡനെ അതുൽ മർദ്ദിക്കുകയും കമ്പ്യൂട്ടർ അടിച്ചു തകർക്കുകയും ചെയ്തു. മർദ്ദനമേറ്റ ജയിൽ വാർഡൻ അഭിലാഷ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 ദിവസം മുൻപ് ഇയാൾ സഹതടവുകാരെയും ആക്രമിച്ചതായി പരാതിയുണ്ട്. കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അലുവ അതുൽ. ജയിലിലെ ക്യാന്റീൻ കാർഡ് ചാർജ് ചെയ്യുന്നതിൽ താമസമുണ്ടായി എന്നതായിരുന്നു അക്രമ കാരണം. പ്രകോപിതനായ അലുവ അതുൽ ജയിൽ വാർഡനെ മർദ്ദിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥന്റെ മുഖത്തടിക്കുകയും അസഭ്യം പറയുകയും ചെയ്തെന്നാണ് കേസ്. പരിക്കേറ്റ ജയിൽ വാർഡൻ അഭിലാഷിനെ സഹപ്രവർത്തകരാണ് ജില്ലാ ആശുപത്രിയിലെത്തിച്ചത്. പ്രകോപനം തുടർന്ന അലുവ അതുൽ സൂപ്രണ്ടിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറും ഉപകരണങ്ങളും തല്ലി തകർത്തു. 2 ദിവസമായി അലുവ അതുൽ സഹതടവുകാരോടും ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നതായാണ് ജയിൽ അധികൃതർ പറയുന്നത്. കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിലെ മുഖ്യപ്രതിയാണ് അലുവ അതുൽ. കൊലയ്ക്ക് ശേഷം ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ സാഹസികമായാണ് അതുലിനെ പോലീസ് പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അലുവ അതുലിനെ ആക്രമണശേഷം ജയിൽ ജീവനക്കാർ പണിപ്പെട്ടാണ് സെല്ലിലടച്ചത്. ന്യൂസ് 18 കൊല്ലം. നമ്മുടെ നാട്ടിൽ മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുന്ന ചില കുരുത്തം കെട്ട പിള്ളേരുണ്ട്. വീട്ടിലെപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, വഴക്കു പറഞ്ഞാൽ വീട് വിട്ടു പോകുന്നവർ. ഇങ്ങനെയുള്ള കുട്ടികൾ അച്ഛനമ്മമാർ അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കാറുണ്ടോ? ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇങ്ങനെ കാണാതായ 3 കുട്ടികളെ തമ്പാനൂരിലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷനിൽ കറങ്ങി നടക്കുന്നത് കണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതാണെന്ന മൊഴി പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 10:30 മുതൽ ഫോർട്ട് കൊച്ചി ലാസർ മാർക്കറ്റിന് സമീപത്ത് നിന്നാണ് കുട്ടികളെ കാണാതായത്. കാണാതായ 2 പേർ 10ാം ക്ലാസ്സിലും ഒരാൾ 7ാം ക്ലാസ്സിലുമാണ്. ഇവർ പോകാൻ സാധ്യതയുള്ള ബന്ധുവീടുകളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇന്ന് പുലർച്ചെ 3 മണിയോടെ റെയിൽവേ സ്റ്റേഷന് പുറത്ത് കുട്ടികൾ കറങ്ങിത്തിരിയുന്നത് കണ്ട ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പോലീസിൽ വിവരം അറിയിച്ചത്. അവര് പറയുന്നത് എത്രത്തോളം സത്യമാണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ അവർ പറയുന്നതാണ് ഇങ്ങനെ, അവരെ ഈ പറഞ്ഞ പോലെ ഗോഡൌണിൽ ഏതോ ഒരു ഗോഡൌൺ കൊണ്ട് പാർപ്പിച്ചു. തീരെ വിദ്യാഭ്യാസം കാണുന്നില്ല കുട്ടികളുടെ. ഒരു എന്ന് വെച്ചാൽ മലയാളം പോലും അറിയില്ല. അത് ഉദാഹരണത്തിന് ഇവരിപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. ഓടി രക്ഷപ്പെട്ടു പറഞ്ഞാൽ ഏതെങ്കിലും ബോർഡ് വായിച്ചോ എന്ന് വെച്ചാൽ ബോർഡ് പോലും മലയാളത്തിൽ വായിക്കാൻ അറിയില്ല എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഫുട്ബോൾ കളിക്കാൻ കരിപ്പാലത്തെത്തിയപ്പോൾ തങ്ങളെ ചിലർ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ് കുട്ടികൾ പോലീസിന് നൽകിയ മൊഴി. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാണ് തമ്പാനൂരിൽ എത്തിയതെന്നും കുട്ടികൾ പറഞ്ഞു. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. 10,000 രൂപ കൊടുത്താൽ കണ്ണൂർ, കാലിക്കറ്റ്, കേരള സർവകലാശാലകളുടെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കും. വ്യാജനാണെങ്കിലും കണ്ടാൽ ഒറിജിനലാണെന്ന്
തന്നെ പറയും. ഇതുമാത്രമല്ല, ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡും പാസ്പോർട്ടും ഇങ്ങനെ വ്യാജമായി അച്ചടിച്ചു നൽകുന്ന സ്ഥാപനമുണ്ട് കാസർഗോഡ് പുതിയ കോട്ടയിൽ. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന കേന്ദ്രത്തിൽ പരിശോധനയ്ക്കെത്തിയ പോലീസും ഇതെല്ലാം കണ്ടു ഞെട്ടി. വിവിധ RTO സീലുകളും നിരവധി വ്യാജ പാസ്പോർട്ടുകളും ആധാർ കാർഡുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. കേസിൽ സ്ഥാപന നടത്തിപ്പുകാരായ 3 പേരെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. വിവിധ സർവകലാശാലകളുടെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാസ്പോർട്ട് തുടങ്ങിയവ വ്യാജമായി നിർമ്മിക്കുന്ന കേന്ദ്രമാണ് കാഞ്ഞങ്ങാട് കണ്ടെത്തിയത്. കമ്പ്യൂട്ടർ സെന്ററിലും വീട്ടിലും റെയ്ഡ് നടത്തി ഹോസ്ദുർഗ് പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തു. ഹോസ്ദുർഗ് കടപ്പുറത്തെ ഷിഹാബ്, മുഴക്കോം ക്ലായിക്കോട്ടെ P രവീന്ദ്രൻ, കോവിൽപ്പള്ളിയിലെ സന്തോഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. പുതിയകോട്ടയിലെ Net4U കഫേയിലും ഷിഹാബിന്റെ വീട്ടിലുമാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം നടന്നിരുന്നത്. കമ്പ്യൂട്ടർ സെന്ററിൽ നിന്ന് രവീന്ദ്രൻ സർട്ടിഫിക്കറ്റുകൾ രൂപകൽപ്പന ചെയ്ത് ഷിഹാബിന് അയച്ചു കൊടുക്കും. ഷിഹാബ് തന്റെ വീട്ടിൽ നിന്ന് ഇത് പ്രിന്റ് എടുക്കും. സീൽ പതിക്കുന്നതടക്കമുള്ള കാര്യങ്ങളും ഷിഹാബ് പൂർത്തിയാക്കും. സന്തോഷ് കുമാറിൻ്റെതാണ് കമ്പ്യൂട്ടർ സെന്റർ. ഇയാൾ അറിഞ്ഞുകൊണ്ടാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണമെന്ന് പോലീസ് പറയുന്നു. കണ്ണൂർ, കാലിക്കറ്റ്, കേരള സർവകലാശാലകളുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകളാണ് കൂടുതലും കണ്ടെത്തിയത്. വ്യാജമായി നിർമ്മിച്ച ഡ്രൈവിംഗ് ലൈസൻസുകളും കേരളത്തിലെയും കർണാടകത്തിലെയും വിവിധ RTO സീലുകളും ഷിഹാബിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തി. വ്യാജ ആധാർ കാർഡുകൾ തുടങ്ങിയവയും കണ്ടെത്തിയിട്ടുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് പ്രധാനമായും സംഘം വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്നതെന്നാണ് നിഗമനം. സർട്ടിഫിക്കറ്റിന് 15,000 രൂപ മുതലാണ് ഈടാക്കിയിരുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർ കൂടുതലും വാങ്ങുന്നത് എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റുകളാണെന്നാണ് പിടിയിലായവർ പോലീസിന് നൽകിയ മൊഴി. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് ഹോസ്ദുർഗ് പോലീസിന്റെ തീരുമാനം. കർണാടകയിലടക്കം അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. എടാ, നീയൊക്കെ മനുഷ്യനാണോ? നിയമപരമായിട്ടാണോ ഒരാളെ കസ്റ്റഡിയിലെടുക്കുന്നത്? തോന്നിവാസം കാണിച്ചാൽ കത്തിക്കും ഞാൻ. പത്തനംതിട്ട കോന്നി പാടം ഫോറസ്റ്റ് ഓഫീസിലെത്തി ജനീഷ് കുമാർ MLAയുടെ ഭീഷണിയാണിത്. കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന ചെരിഞ്ഞ സംഭവത്തിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആളെ MLA നേരിട്ടെത്തിയാണ് ബലമായി മോചിപ്പിച്ചത്. അനധികൃതമായി കസ്റ്റഡിയിലെടുത്തു എന്നാരോപിച്ചായിരുന്നു MLAയുടെ പ്രതിഷേധം. സംഭവത്തിൽ വനം മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നിയമപരമാണെന്ന് ചോദിച്ചോളൂ. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പേപ്പർ കാണിക്കുക, അറസ്റ്റ് ഇത് ചെയ്യുന്ന പേപ്പർ കാണിക്കുക. രേഖപ്പെടുത്തിയില്ലേ? പിന്നെ തോന്നിയ കാണിക്കുന്നത് പിന്നെന്താ? ഗവൺമെന്റ് വെക്കാനോ? എടുക്കേ, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. എടുക്കേ, ഇതെന്താ തോന്നിയ സാർ? കഴിഞ്ഞ ചൊവ്വാഴ്ച കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന ചരിഞ്ഞ സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത ആളെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും KE ജനീഷ് കുമാർ MLA നേരിട്ടെത്തി ബലമായി മോചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണിത്. കാട്ടാന ചരിഞ്ഞ സംഭവത്തിൽ ഉദ്യോഗസ്ഥർ നിയമ നടപടികൾ പാലിക്കാതെ തൊഴിലാളിയെ കസ്റ്റഡിയെടുത്തുവെന്ന് ആരോപിച്ചായിരുന്നു MLAയുടെ നടപടി. നിങ്ങൾ കസ്റ്റഡി താഴെ നിനക്കെന്താ റോള്? നിനക്കെന്താ റോള്? എന്തിനാ വിളിച്ചോണ്ട് വന്നേ? ആനയ്ക്ക് ആന ചത്തു. നീ എന്ത് ചെയ്തു? അല്ല, എനിക്കങ്ങനെ തീർപ്പൊന്നും വേണ്ട. എനിക്ക് കൊടുത്തതിന്റെ ഔദാര്യം വേണ്ട. ഇന്നലെ ഇവിടെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ വ്യക്തത എടുത്തോളാം. തോന്നിയ നിന്നെ പണിയിപ്പിക്കുന്ന ആരാന്ന് എനിക്കറിയാം. മനസ്സിലായല്ലോ? കൃഷിയിടത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയുന്നതിനായി സ്ഥാപിച്ച സോളാർ വേലിയിൽ നിന്നും ഷോക്കേറ്റാണ് കാട്ടാന ചരിഞ്ഞതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. തുടർന്ന് കൃഷിസ്ഥലം പാട്ടത്തിനെടുത്ത ഉടമയുടെ തൊഴിലാളിയെ വനപാലകർ കസ്റ്റഡിയെടുത്താണ് MLA പ്രകോപിപ്പിച്ചത്.
അതേസമയം MLAയുടെ നടപടി പ്രതിഷേധാർഹമാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഇത് സംബന്ധിച്ചുള്ള ശബ്ദ സന്ദേശവും പുറത്തു വന്നു. പുള്ളിയുടെ അടുത്ത് നിന്ന് നമ്മൾ വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പുള്ളി അതിനകത്ത് അതായത് കേസിന് സഹായകരമാകുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു. ആ പറയുന്ന പ്രകാരം നമ്മൾ മഹസർ തയ്യാറാക്കിക്കൊണ്ടിരുന്നതിനിടയ്ക്കാണ് ജനീഷ് കുമാർ സാറ് വന്ന് സ്റ്റേഷൻ സ്റ്റാഫിനെയും റേഞ്ച് ഓഫീസറെയും ഡെപ്യൂട്ടി സാറിനെയും എല്ലാം വളരെ മോശമായി സംസാരിച്ച് സ്റ്റേഷനിൽ ജനമധ്യത്തിൽ വെച്ചിട്ടാണ് അത്രയും പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് നമ്മൾ അവഹേളിച്ച് സംസാരിച്ച് ഈ പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയത്. വനംവകുപ്പിന്റെ നടപടി ശരിയല്ലെന്നും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ജനങ്ങൾക്കൊപ്പമാണ് താനെന്നും ജനീഷ് കുമാർ MLA വ്യക്തമാക്കി. ന്യൂസ് 18 പത്തനംതിട്ട. സിനിമാ താരം ധന്യ മേരി വർഗീസും ഭർത്താവ് ജോണും ഉൾപ്പെടെ പ്രതിയായ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ ഇരകളായത് സാധാരണക്കാരായ ജനങ്ങളാണ്. സ്വന്തമായൊരു ഫ്ളാറ്റ് എന്ന പലരുടെയും സ്വപ്നമാണ് ആ തട്ടിപ്പിൽ തകർന്നത്. ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ അന്വേഷണം നേരിടുന്ന സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സിനെതിരെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ നടപടി ഉണ്ടായിരിക്കുന്നു. വായ്പാ തുക തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് ഫ്ളാറ്റ് ജപ്തി ചെയ്തു. ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് 100-ലേറെ പേരിൽ നിന്നായി കോടിക്കണക്കിന് രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. എന്നാൽ ജപ്തി നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് കെട്ടിട ഉടമകളുടെ തീരുമാനം. പ്രമുഖ ഫ്ളാറ്റ് നിർമ്മാതാക്കളായ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സിനെതിരെ 100 കണക്കിന് കേസുകളാണുള്ളത്. സിനിമാ താരങ്ങളും കമ്പനി ഉടമകളുമായ ജോൺ, ധന്യ മേരി ജോൺ എന്നിവർ ഈ കേസിൽ ജയിലിലുമായിരുന്നു. 10 കോടി രൂപയ്ക്ക് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ ഈടായി നൽകിയ കെട്ടിടമാണ് ജപ്തി ചെയ്തത്. പലിശയും കൂട്ടുപലിശയും ഉൾപ്പെടെ ഇത് 55 കോടിയായി. അതെ, ഞങ്ങൾ സാംസൺ ആൻഡ് സൺസ് അപ്പാർട്ട്മെന്റ്സ് എന്ന കമ്പനിയിൽ നിന്ന് ഞങ്ങൾ അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. നാഷണൽ കമ്പനിയിലെ ട്രിബ്യൂണലിലാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഇവർക്ക് 10 പ്രോജക്റ്റാണ് ഇവർ ഈ ട്രിവാൻഡ്രം ഈ സിറ്റിയിൽ ചെയ്തിരിക്കുന്നത്. അതിൽ ഈ 10 പ്രോജക്റ്റിലൂടെ 250-ൽ കൂടുതൽ അധികം ആൾക്കാർ പൈസ മുടക്കിയിട്ട് ഫ്ലാറ്റ് കിട്ടാത്ത അവസ്ഥയിൽ ഞാൻ 2011 പൈസ കൊടുത്ത ആളാണ്. 14 വർഷമായി നമ്മൾ റെന്റ് കൊടുത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവർ പല മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടാണ് നമ്മളോട് നമുക്ക് ഫ്ലാറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ താമസിപ്പിച്ചത്. ജപ്തി കേസിൽ ഹൈക്കോടതി വിധി പറയാനിരിക്കെയുള്ള നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് കെട്ടിട ഉടമകളുടെ അഭിഭാഷകൻ പറയുന്നത്. ആക്ച്വലി ഈ കേസിന്റെ സ്റ്റേ മാറ്റർ പെൻഡിങ് നിൽക്കുകയാണ് ഹൈക്കോടതിയിൽ. ഈ പെൻഡിങ് നിൽക്കുന്ന ഈ സ്ഥിതിയിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, കീഴ്ക്കോടതിയിൽ നിന്ന് CJME ഓർഡർ മേടിച്ചിട്ട് ഇവരെന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ വന്ന് ജപ്തി ചെയ്തിരിക്കുന്നത്. ഇതിന്മേൽ ഈ ജപ്തി ചെയ്യുന്ന നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ഇതിന്റെ വാദികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇതിനു വേണ്ടി ഈ മാറ്റർ സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഇത്ര പെട്ടെന്ന് തന്നെ ആ ഹൈക്കോടതിയുടെ 16-ാം തീയതി ഇരിക്കുന്ന ആ ഓർഡറിന് പോലും കാത്തു നിൽക്കാതെ അത് മറികടന്നുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നത് ഈ പൊസഷൻ എടുത്തിരിക്കുന്നു. പണം വാങ്ങിയ ശേഷം ഫ്ളാറ്റുകൾ നൽകാതെ കബളിപ്പിച്ച 10 പ്രോജക്ടുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമുള്ളത്. 2015-ൽ കമ്പനി പൂട്ടിയിട്ടും അതിനുശേഷവും വായ്പ നൽകിയ KFCയുടെ ഭാഗത്തും ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് നിക്ഷേപകർ പറയുന്നത്. മറിച്ചു വേറെ ബിസിനസ്സുകൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവരുടെ കയ്യിൽ നിന്നില്ല. അങ്ങനെ ഇവർക്ക് ബിൽഡിംഗ് വെക്കാൻ പറ്റിയില്ല. ഇവർ ബിൽഡിംഗ് ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഇവരുടെ കമ്പനി 2015 ആയപ്പോൾ തന്നെ പൂട്ടി. KFC മാത്രമല്ല, ഒരുപാട് ബാങ്കുകളിൽ നിന്ന് പൈസ ലോൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് തന്നെ ഏകദേശം 1000-ഓളം പേരെ തട്ടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 2000 പേരെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും, ഈ തിരുവനന്തപുരം മാത്രമല്ല എല്ലാ ഭാഗത്തു നിന്നും ആളുകളെ തട്ടിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് കുന്നമംഗലത്ത് കവർച്ചാ സംഘം കറങ്ങി നടക്കുന്നുണ്ട്. കുന്നമംഗലം കാരന്തൂരിൽ പെട്രോൾ പമ്പിൽ മോഷണമുണ്ടായി.
നയാരയുടെ പെട്രോൾ പമ്പിൽ നിന്ന് പണവും ടാബും ഉൾപ്പെടെ മോഷ്ടാവ് അപഹരിച്ചെന്നാണ് പരാതി. പമ്പിലെ മോഷണത്തിന് ശേഷം സമീപത്തുള്ള മറ്റ് 2 സ്ഥാപനങ്ങളിലും മോഷണശ്രമം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു മോഷണം. അതിരാവിലെ ജീവനക്കാർ പെട്രോൾ പമ്പിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് കുന്നമംഗലം പോലീസിൽ വിവരം അറിയിച്ചു. പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആയുധവുമായി എത്തിയ ഒരാൾ പമ്പിലെ ഗ്ലാസ് വാതിൽ ആയുധം ഉപയോഗിച്ച് തുറന്ന് അകത്ത് കടന്ന ശേഷം അകത്തുണ്ടായിരുന്ന ഷെൽഫും ഇതേ ആയുധം ഉപയോഗിച്ച് തുറന്നു. തുടർന്ന് പണവും ടാബ്ലറ്റും ജീവനക്കാർ ധരിക്കാൻ ഉപയോഗിച്ച ഷൂസും എടുത്ത് സ്ഥലം വിടുകയായിരുന്നു. പമ്പിലെ മോഷണത്തിന് ശേഷം തൊട്ടടുത്ത് തന്നെയുള്ള മറ്റ് 2 സ്ഥാപനങ്ങളിലും മോഷണ ശ്രമം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് കുന്നമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് കൽമണ്ഡപത്ത് പൂട്ടിക്കിടന്ന വീടുകൾ കേന്ദ്രീകരിച്ച് വൻ കവർച്ച. കമ്പിപ്പാര ഉപയോഗിച്ച് മുൻവാതിലുകൾ തകർത്താണ് കള്ളൻ 3 വീടുകളിലും മോഷ്ടിക്കാൻ കയറിയത്. ഒരു വീട്ടിൽ നിന്ന് 30 ലക്ഷത്തിലധികം രൂപ വില വരുന്ന സ്വർണവും പണവും മോഷണം പോയി. മറ്റ് 2 വീടുകളിൽ നിന്ന് കാര്യമായി ഒന്നും ലഭിച്ചില്ല. മോഷ്ടാവിൻ്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. CCTVയിലെ സമയപ്രകാരം പുലർച്ചെ 1:30യോടെയാണ് മോഷ്ടാവ് കൽമണ്ഡപം പ്രതിഭാനഗറിലെ വീടുകളിലേക്ക് എത്തുന്നത്. മുഖം മറച്ച് ഒരു കവറുമായി ഇയാൾ നടന്നു വരുന്നതും ഗേറ്റ് ചാടിക്കടക്കുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കമ്പിപ്പാര ഉപയോഗിച്ചാണ് 3 വീടുകളുടെയും മുൻവാതിലുകൾ തകർത്തിരിക്കുന്നത്. ഇതിൽ 2 വീടുകളിൽ കുറച്ചു കാലമായി ആരും താമസമില്ല. പൂട്ടിക്കിടന്ന 3ാമത്തെ വീട്ടിലുള്ളവർ തിരുവനന്തപുരത്തേക്ക് വിനോദയാത്ര പോയിരിക്കുകയായിരുന്നു. ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടുവെന്ന് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശം അറിയുന്ന ആളാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ കൃത്യമായി ഇയാൾക്ക് മറ്റാരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് വിലയിരുത്തുന്നു. ന്യൂസ് 18 പാലക്കാട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതായ സംഭവം മോഷണമെന്ന് ഉറപ്പിക്കുമ്പോഴും പ്രതികളെ കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. അതിനിടെ സ്വർണ്ണമോഷണ വിവാദത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ജീവനക്കാരുടെ സംഘടന രംഗത്ത് വന്നു. ജീവനക്കാരുടെ മേൽ മോഷണക്കുറ്റം കെട്ടിവെക്കാൻ പോലീസ് നിർബന്ധിക്കുന്നുവെന്നാണ് പരാതി. പത്മകുമാർ എന്ന ജീവനക്കാരനെ മർദ്ദിച്ച് കുറ്റം ഏറ്റെടുക്കാൻ നിർബന്ധിച്ചെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. സ്വർണം കാണാതായതിനു പിന്നിൽ മോഷണ ശ്രമമെന്ന് ഉറപ്പിച്ച് പോലീസ്. ജോലിക്കിടെ സംഭവിച്ച ശ്രദ്ധക്കുറവെന്ന് ജീവനക്കാർ. സ്വർണം പോയ വഴിയറിയാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. തർക്കം മുറുകുന്നതിനിടെ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് CPM അനുകൂല സംഘടനയായ ടെമ്പിൾ എംപ്ലോയീസ് യൂണിയന്റേത്. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർക്കെതിരെയാണ് പരാതി. പോലീസിൽ നിന്നുണ്ടാകുന്നത് അങ്ങേയറ്റം മോശമായ പെരുമാറ്റമാണ്. ക്ഷേത്ര ജീവനക്കാരുടെ തലയിൽ കുറ്റം കെട്ടിവെക്കാനും നിർബന്ധിച്ച് പ്രതിയാക്കാനുമുള്ള ശ്രമം നടക്കുന്നു. ജീവനക്കാരെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി രാത്രി മുഴുവൻ നിർത്തി ബുദ്ധിമുട്ടിച്ചു. ജീവനക്കാരനായ പത്മകുമാറിനെ ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ മർദ്ദിച്ചു. കുറ്റമേറ്റെടുക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. ക്ഷേത്രത്തിന്റെ പൂർണ്ണ സുരക്ഷാ ചുമതല പോലീസിനാണ്. സ്വർണ്ണപ്പണി നടക്കുന്ന സ്ഥലത്ത് ക്യാമറയും പോലീസ് കാവലുമുണ്ട്. അതിനാൽ പോലീസുകാർക്കും തുല്യ ഉത്തരവാദിത്തമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സുരക്ഷാ ചുമതലയിലുള്ള പോലീസുകാർക്കെതിരെയും അന്വേഷണം വേണമെന്നും ജീവനക്കാർ ആവശ്യപ്പെടുന്നു.
ന്യൂസ് 18 തിരുവനന്തപുരം. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ ലഹരി വേട്ട. 34 കിലോ ഹൈബ്രിഡ് കഞ്ചാവും രാസലഹരിയുമാണ് പിടികൂടിയത്. ലഹരി കടത്താൻ ശ്രമിച്ച 3 യുവതികളെ എയർ കസ്റ്റംസ് വിഭാഗം കസ്റ്റഡിയിലെടുത്തു. ചോക്ലേറ്റിലും ബിസ്ക്കറ്റിലുമായി കലർത്തിയാണ് രാസലഹരി കേരളത്തിലെത്തിക്കാൻ ശ്രമിച്ചത്. പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾക്ക് 40 കോടിയോളം രൂപ വില വരുമെന്ന് കസ്റ്റംസ് അധികൃതർ അറിയിച്ചു. കോലാലംപൂർ എയർ ഏഷ്യ വിമാനത്തിലെ യാത്രക്കാരാണ് പിടിയിലായ യുവതികൾ. തുടർച്ചയായ 2ാം ദിവസമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വൻതോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത്. ചൊവ്വാഴ്ച രാത്രി കോലാലംപൂരിൽ നിന്നെത്തിയ എയർ ഏഷ്യ വിമാനത്തിലെ യാത്രക്കാരായ 3 സ്ത്രീകളിൽ നിന്നാണ് കഞ്ചാവും രാസലഹരിയും പിടികൂടിയത്. ഹൈബ്രിഡ് കഞ്ചാവിന് പുറമെ തായ്ലൻഡ് നിർമ്മിതമായ 15 കിലോ തൂക്കം വരുന്ന ചോക്ലേറ്റ്, കേക്ക്, ക്രീം ബിസ്ക്കറ്റ് എന്നിവയിൽ കലർത്തിയ MDMA അടക്കമുള്ള രാസലഹരിയും എയർ കസ്റ്റംസ്, എയർ ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. ചെന്നൈ സ്വദേശി റാബിയത്ത്, കോയമ്പത്തൂർ സ്വദേശി കവിത, തൃശൂർ സ്വദേശിനി സിമി എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. കസ്റ്റംസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന 18 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കരിപ്പൂർ വിമാനത്താവളത്തിൽ പോലീസ് പിടികൂടിയിരുന്നു. ന്യൂസ് 18 മലപ്പുറം. നിയമവും നിയമവ്യവസ്ഥിതിയും വനനിയമങ്ങളുമൊക്കെ വ്യക്തമായി അറിയാവുന്നവരാണ് അഭിഭാഷകർ. എന്നാൽ ഇങ്ങനെയുള്ളവർ തന്നെ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ എന്തു ചെയ്യണം? പന്നിപ്പടക്കം ഉപയോഗിച്ച് കാട്ടുപന്നിയെ വേട്ടയാടിക്കൊന്ന സംഭവത്തിൽ കൊല്ലത്ത് അഭിഭാഷകൻ പിടിയിലായ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഭാരതിപുരം സ്വദേശി അഡ്വക്കേറ്റ് അജിലാലാണ് അറസ്റ്റിലായത്. പുനലൂർ കോടതിയിലെ അഭിഭാഷകനൊപ്പം കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും വനംവകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. അഞ്ചൽ വനപാലകർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് കുളത്തൂപ്പുഴ റേഞ്ചിൽ നിന്നും അഭിഭാഷകനെ പിടികൂടുന്നത്. തല തകർന്ന കാട്ടുപന്നിയുടെ ജഡം ഡിക്കിയിലാക്കി അജിലാൽ കാർ ഓടിച്ച് വരും വഴിയാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. കുളത്തൂപ്പുഴ ഏഴംകുളം ഭാഗത്തെ വനമേഖലയിൽ നിന്നാണ് ഇയാൾ പന്നിയെ പിടികൂടിയതെന്ന് വനപാലകർ പറയുന്നു. കാട്ടുപന്നിയെ ഒരാൾ തന്നതെന്നായിരുന്നു അഭിഭാഷകൻ ആദ്യം വനപാലകരോട് പറഞ്ഞത്. പിന്നീട് പന്നിപ്പടക്കം ഉപയോഗിച്ച് കാട്ടുപന്നിയെ കൊല്ലുകയായിരുന്നുവെന്ന് പ്രതി വനംവകുപ്പിനോട് സമ്മതിച്ചു. കിലോയിലധികം തൂക്കം വരുന്ന കാട്ടുപന്നിയെയാണ് വേട്ടയാടി പിടികൂടിയത്. അഞ്ചൽ റേഞ്ച് ഓഫീസർ അജികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അജിലാലിനെ പുനലൂർ വനം കോടതിയിൽ ഹാജരാക്കി. കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നായാട്ട് സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും വനംവകുപ്പ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 കൊല്ലം. സൗന്ദര്യവർദ്ധക ചികിത്സാ പിഴവിന് അന്വേഷണം നേരിടുന്ന കോസ്മെറ്റിക് ഹോസ്പിറ്റലിനെതിരെ ചികിത്സാ പിഴവിന് നേരത്തെയും കേസ്. 2021 ഇവിടെ സമാന ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കൊട്ടാരക്കര സ്വദേശി അമൃതരാജിന്റെ മരണം ചികിത്സാ പിഴവ് കാരണമെന്ന ബന്ധുക്കളുടെ പരാതിയിൽ പേട്ട പോലീസാണ് FIR ഇട്ടത്. ചികിത്സാ പിഴവിനെ തുടർന്നായിരുന്നു മരണമെന്ന് മെഡിക്കൽ ബോർഡും കണ്ടെത്തിയതാണ്. എന്നിട്ടും പ്രവർത്തനം തുടർന്ന ക്ലിനിക്കിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അമൃതരാജിന്റെ കുടുംബം. ാണ് കൊട്ടാരക്കര പുത്തൂർ സ്വദേശി അമൃതരാജ് വയറിലെ കൊഴുപ്പ് നീക്കാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. ജൂൺ 11 ശസ്ത്രക്രിയ. 12 വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ അവശനായി.
ഡോക്ടർ ബിബിലേഷിനെ വിളിച്ചപ്പോൾ കഞ്ഞിവെള്ളം കുടിച്ചാൽ ക്ഷീണം മാറുമെന്ന മറുപടി. തീരെ അവശനായതോടെ അമൃതരാജ് 18-ന് തിരുവനന്തപുരം പേട്ടയിലെ ക്ലിനിക്കിലെത്തി. ആരോഗ്യനില മോശമെന്ന് കണ്ട് ബിബിലേഷ് തന്നെ അമൃതരാജിനെ ആനയറയിലെ ലോർഡ്സ് ആശുപത്രിയിലേക്ക് മാറ്റി. വീട്ടുകാരെത്തിയപ്പോൾ ഹൃദയാഘാതമുണ്ടായെന്നും രക്ഷിക്കാൻ തീവ്ര ശ്രമം നടത്തുകയാണെന്നും മറുപടി. മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അമൃതരാജ് മരിച്ചെന്ന് ബന്ധുക്കളെ അറിയിച്ച് ആശുപത്രി അധികൃതർ കൈകഴുകി. പുള്ളി പറഞ്ഞത് ബില്ലുണ്ട്, ഡിസ്ചാർജ് ബില്ലുണ്ട്, അതൊന്ന് പേ ചെയ്യണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പേ ചെയ്യാമെന്ന് പറഞ്ഞു. 10,000 രൂപയാണ് ബില്ല്. അത് താഴെ ഞാൻ കൗണ്ടറിൽ പോയി, അത് ഈ താഴെയാണ്, ഈ ഫസ്റ്റ് വന്ന കൗണ്ടറിൽ താഴെ വന്നു ബില്ല് പേ ചെയ്തിട്ട് ഞാൻ ആ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി ആംബുലൻസ് കിടക്കുന്നിടത്തോട്ട് വന്നപ്പോൾ എന്നെ മേളിൽ നിന്ന് അവർ വിളിച്ചു, ഒന്ന് മേളിലോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ മേളിലോട്ട് ചെല്ലുമ്പോൾ അപ്പം ബിബിലേഷ് ഇല്ല അവിടെ. അപ്പോൾ ഈ മിസ്റ്റർ ഹരിദാസ് ആ ഡോക്ടറായിരുന്നു, അതിൻ്റെ MD ആണെന്ന് പറഞ്ഞു, പുള്ളിയുടെ ആണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. പുള്ളി എന്നെ ക്യാബിനിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ഞാൻ ചോദിച്ചു എന്താണ് എൻ്റെ അനിയൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ആൾ പോയി എന്നാണ് പറയുന്നത്. ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം പേട്ട പോലീസിൽ പരാതി നൽകി. FIR ഇട്ട് അന്വേഷണം തുടങ്ങി. മരണകാരണം ഹൃദയാഘാതമെങ്കിലും മരണത്തിലേക്ക് നയിച്ചത് ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട്. എന്നിട്ടും ക്ലിനിക്കിനെതിരെ നടപടി ഉണ്ടായില്ല. പേട്ടയിൽ ഒരു വീടിന്റെ മുകൾ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ക്ലിനിക്ക് അരശുമൂട്ടിലെ ബഹുനില മന്ദിരത്തിലേക്ക് വളർന്നു. ഒടുവിൽ നീതു എന്ന 31-കാരിയെ കൊല്ലാക്കൊല ചെയ്തു. നീതുവിന്റെ ദുരവസ്ഥ അറിഞ്ഞതോടെയാണ് അമൃതരാജിന്റെ കുടുംബവും നീതി തേടി ഇറങ്ങുന്നത്. എൻ്റെ അനിയനും ഇതേ ഇൻസിഡൻറ്റ്, ആ മെഡിക്കൽ റിപ്പോർട്ട് എനിക്ക് വിശ്വാസമല്ലാത്തതുകൊണ്ട് എനിക്ക് അപ്പെക്സിൽ പോകണം. ഞാനിത് ഇനിയിപ്പം CM-നെ കാണുക, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനോട് പറയുക, DGPയെ കാണുക, എന്തുകൊണ്ട് എനിക്ക് ഈ നീതി നിഷേധം ഉണ്ടായി എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞാലേ എന്തുകൊണ്ട് ഇത് അപ്പെക്സിൽ പോയില്ല, അല്ലെങ്കിൽ ആ ഡൗട്ട് വെച്ചിട്ട് പോകാമായിരുന്നു, ശ്രദ്ധിക്കാമായിരുന്നു. പേട്ടയിലെ ക്ലിനിക്ക് മുട്ടത്തറയിലേക്ക് മാറി. കൊട്ടാരക്കരയിലെ അമൃതരാജിന്റെ സ്ഥാനത്ത് മുട്ടത്തറയിലെ നീതു വന്നു. ഇതിനപ്പുറം നീതുവും അമൃതരാജും അനുഭവിച്ചത് ഒരേ വേദനയാണ്. ഇരു കുടുംബങ്ങൾക്കും പറയാനുള്ളത് ഒരേ കഥയാണ്. നീതുവിന് ജീവനെങ്കിലും തിരിച്ചു കിട്ടിയെന്ന് ആശ്വസിക്കാം. ഡോക്ടർമാരുടെ ഭാഷയിൽ നീതുവിന് സംഭവിച്ചത് ക്ലിനിക്കൽ ആക്സിഡന്റ് മാത്രമാണ്. ഇനിയെങ്കിലും ഇത്തരം ക്ലിനിക്കൽ ആക്സിഡന്റുകൾക്ക് ഇരകളുണ്ടാകാതെ നോക്കേണ്ടത് സർക്കാരാണ്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ബിഗ് ബോസ് താരം അഖിൽ മാരാർക്കെതിരെ കേസെടുത്ത് കൊട്ടാരക്കര പോലീസ്. സമൂഹ മാധ്യമങ്ങൾ വഴി ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് BJP മണ്ഡലം പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് കേസ്. കൊല്ലം കൊട്ടിയത്ത് 2 ഗ്രാം MDMA-യുമായി ഒരാൾ പിടിയിൽ. ഉമയനല്ലൂർ സ്വദേശി അനുരാജിനെയാണ് പോലീസ് പിടികൂടിയത്. ചടയമംഗലത്ത് വീട്ടിൽ ഉണങ്ങാനിട്ടിരുന്ന 100-ൽ പരം റബ്ബർ ഷീറ്റുകൾ മോഷ്ടിച്ച പ്രതി പിടിയിൽ. പിടിയിലായത് നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ മുഹമ്മദ് റാസി. കോട്ടയം പേരൂരിൽ അഭിഭാഷക ജിസ്മോളും 2 പെൺകുട്ടികളും ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. ജിസ്മോളുടെ ഭർത്താവ് ജിമ്മി, ഭർത്തൃപിതാവ് ജോസഫ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. കുന്നംകുളത്ത് MDMA-യുമായി സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ പോലീസിനെ കണ്ട് ഇറങ്ങിയോടി യുവാക്കൾ. സംഭവത്തിൽ വട്ടംകുളം ശുഗപുരം സ്വദേശികളായ ശിവദാസ്, അഭിഷേക് എന്നിവർ പിടിയിൽ. എൻ്റെ മോളെ നീ തൊടുവോടാ, ഇങ്ങനെ ആക്രോശം മുഴക്കി ലൈംഗിക പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അമ്മ പ്രതിയെ കോടതി വളപ്പിൽ വെച്ച് മർദ്ദിച്ചത് ഏറെ ചർച്ചയായതാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവരോട് ഒരച്ഛനും അമ്മയ്ക്കും ക്ഷമിക്കാനാകില്ല. 2019 സെപ്റ്റംബറിലാണ് 10 വയസ്സുകാരിയെ ബന്ധുവായ യുവാവ് പീഡിപ്പിച്ച സംഭവമുണ്ടായത്. കുട്ടിയുടെ കൊച്ചിച്ചൻ മരിച്ച ദിവസമായിരുന്നു ആ ദുരനുഭവം. സംസ്കാരം കഴിഞ്ഞ് വീടിൻ്റെ മുകൾ ഭാഗത്തിരുന്ന കുട്ടിയെ പ്രതി പീഡിപ്പിച്ചെന്നാണ് കേസ്. കുട്ടി കരഞ്ഞപ്പോൾ വാ പൊത്തിപ്പിടിച്ചതിന് ശേഷം പീഡിപ്പിക്കുകയായിരുന്നു. പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. 1.5 വർഷത്തിന് ശേഷമാണ് പെൺകുട്ടി ഇക്കാര്യം തുറന്നു പറഞ്ഞത്. കേസിൽ 5 വർഷത്തിന് ശേഷം പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു.
തിരുവനന്തപുരം സ്വദേശി സുരേഷിന് 64 വർഷം കഠിന തടവാണ് ശിക്ഷ. പ്രതിയുടെ പ്രവൃത്തി ന്യായീകരിക്കാൻ കഴിയില്ലെന്നും അയാൾ യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്നും കോടതി പറഞ്ഞു. ഇത്തരം കേസുകളിൽ കടുത്ത ശിക്ഷ നൽകിയില്ലെങ്കിൽ കുട്ടികളെ പീഡിപ്പിക്കാനുള്ള പ്രവണത വർദ്ധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകും. നമസ്കാരം.